പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. രാമായണ തത്വവിചാരത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്നത് സീതാദേവിയുടെ പശ്ചാത്താപ കർമ്മത്തെക്കുറിച്ചാണ്. പശ്ചാത്തപിക്കുക ഉദാത്തമായ ഒരു പ്രവൃത്തിയാണത്. ജീവിതത്തിൽ തെറ്റുകൾ പറ്റിപ്പോവുക സാധാരണമാണ് സർവ്വസാധാരണ പൗരന്. അങ്ങനെ സംഭവിച്ചു പോയാൽ ആത്മാർത്ഥമായിട്ട് ദുഃഖിക്കുകയും ആ പശ്ചാത്താപ ക്രിയകളെ ചെയ്യുകയും വേണം. ഇത് നമ്മുടെ ശാസ്ത്രം വിധിക്കുന്നതാണ്. പശ്ചാത്തപിക്കുന്നവൻ്റെ മനസ്സ് നിർമ്മലമായി തീരും. തെറ്റുകൾ സംഭവിച്ചാൽ അത് ആവർത്തിക്കാതിരിക്കുകയും തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിനെ തിരുത്തി ചെയ്തുപോയ തെറ്റിൽ പ്രായശ്ചിത്ത കർമ്മത്തെ ചെയ്യുകയും ചെയ്യുക. ഇത് ഭാരതത്തിൻ്റെ ഉദാത്തമായൊരു കാഴ്ചപ്പാടാണ്. ഒരു നിമിഷം സീതാദേവി തൻ്റെ ഭർത്താവിനെ, ശ്രീരാമചന്ദ്രനെ സംശയിച്ചു പോകുന്നു. മറ്റൊന്നുമല്ല, അശ്വമേധയാഗം നടത്തുവാൻ ആരാണ് പത്നിയായിട്ട് വരാൻ പോകുന്നത്? രാജാവിന് മറ്റൊരു വിവാഹം കഴിക്കുവാൻ തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് രാമൻ വേറെ കല്യാണം കഴിക്കുമോ എന്ന ചിന്തയിൽ ഒരു നിമിഷം ചപലമായി പോവുകയാണ് സീതാദേവിയുടെ മനസ്സ്. കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട തൻ്റെ നാഥനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയിൽ മനസ്സ് നൊന്തുപോയ സീതാദേവി വാൽമീകി മഹർഷിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് പ്രായശ്ചിത്ത കർമ്മം എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട്. ഈ സമയത്താണ് ലളിതാ സഹസ്രനാമം ചൊല്ലുവാൻ, അത് സാധാരണഗതിയിൽ പോരാ, സഹസ്രദള പത്മങ്ങൾ ഉപയോഗിച്ച്, അങ്ങനെയുള്ള 1000 പത്മങ്ങൾ ഉപയോഗിച്ച് ദേവിയുടെ നാമം, അമ്മയുടെ നാമത്തെ ജപിക്കണം. ഓരോ നാമത്തിനും ഒരു പൂവെന്ന രീതിയിൽ അർപ്പിക്കണം. 1000 ഇതളുകളോടുകൂടിയ താമര അപൂർവമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ലഭ്യമാണത്. ഇതാര് കൊണ്ടുത്തരും എന്ന ചോദ്യത്തിന് ഹനുമാൻ അവിടെ വേഷപ്രച്ഛന്നനായിട്ട് ബാലകന്റെ രൂപത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഹനുമാൻ ഏറ്റു അത്. ഈ സമയത്താണ് ആശ്രമത്തിൽ ഈ മഹായജ്ഞം നടന്നുകൊണ്ടിരിക്കെ അശ്വമേധം നടത്തുന്ന കുതിര ആശ്രമത്തിലേക്ക് വരികയും അത് ആശ്രമത്തിലെ പൂക്കൾ തട്ടിത്തെറിപ്പിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി ലവകുശന്മാർ ആ കുതിരയെ കെട്ടിയിടുകയാണ്. അതിനുശേഷം അവർ വായിച്ചു നോക്കുന്നു, ഇത് രാമൻ്റെ കുതിരയാണ്, ഇത് രാമൻ്റെ അശ്വമാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. രാമൻ്റെ കുതിരയെ ഞങ്ങൾ പിടിച്ചു കെട്ടി, ഇത് രാമൻ്റെ സാമ്രാജ്യമല്ല എന്നവർ പ്രഖ്യാപിച്ചു. കാരണം രാമനോട് അവർക്ക് വെറുപ്പായിരുന്നു. നിറഗർഭിണിയായ സ്ത്രീയെ ആരോ ഒരാൾ പറഞ്ഞത് കേട്ട് കാട്ടിൽ ഉപേക്ഷിച്ചവൻ രാമൻ. ഈ രീതിയിലാണ് കുട്ടികൾ അതിനെ കണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ലക്ഷ്മണനും പരിവാരവും വരികയും മക്കളുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുകയും വളരെ മനോഹരമായിട്ട് ലക്ഷ്മണന്റെ വാദഗതികളെല്ലാം ഖണ്ഡിക്കുകയാണ് ലവകുശന്മാർ ചെയ്യുന്നത്. ഒടുവിൽ ലക്ഷ്മണൻ യുദ്ധത്തിന് തയ്യാറാകുന്നു. ലക്ഷ്മണനെയും കൂട്ടരെയും അതിദയനീയമായിട്ട് ലവകുശന്മാർ പരാജയപ്പെടുത്തുകയും അവർ തിരിഞ്ഞോടുകയും ചെയ്യുന്നു. അങ്ങനെ സാക്ഷാൽ രാമൻ അശ്വമേധ സംരക്ഷണത്തിനായിട്ട്, യാഗത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ആയുധമെടുത്തുകൊണ്ട് രാമൻ തന്നെ നേരിൽ വരികയാണ്. രാമനും മക്കളും മുഖാമുഖം കാണുകയും അവിടെയും വലിയ സംവാദങ്ങൾ നടക്കുന്നു. ധർമ്മത്തെക്കുറിച്ചുള്ള രാമൻ്റെ വ്യാഖ്യാനത്തെയെല്ലാം മക്കൾ ഖണ്ഡിക്കുന്നുണ്ട്. വളരെ ശക്തമായ രീതിയിൽ സീതയുടെ പരിത്യാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. ഒടുവിൽ അത് യുദ്ധത്തിൽ കലാശിക്കും എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ രാമൻ ഞാൻ ആരെന്നും തൻ്റെ ശക്തി എന്തെന്നും ബോധ്യപ്പെടുത്തുന്നു. ഇതൊന്നും കേട്ടിട്ട് മക്കൾ കുലുങ്ങുന്നില്ല. കാരണം കുലുങ്ങാൻ സാധ്യതയില്ല, രാമൻ്റെ സന്തതികളാണല്ലോ. അത് യുദ്ധത്തിൽ കലാശിക്കും എന്ന് ഹനുമാൻ കാണുകയും ഹനുമാൻ ഉടനടി സീതാദേവിയെ കാര്യം ഗ്രഹിപ്പിക്കുകയും അമ്മയെ ഓടി വരൂ, അച്ഛനും മക്കളും മുഖാമുഖം യുദ്ധത്തിന് അണിനിരക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സീതാദേവി വഴിയിൽ വെച്ചിട്ട് യജ്ഞം മുടക്കി ഓടുകയാണ്. 2 മനസ്സാണ്. യജ്ഞം മുടക്കൽ മഹാപാപമാണ്. പക്ഷേ അച്ഛനും മക്കളും തമ്മിൽ തല്ലി മരിക്കുന്നത് അതിലും പാപമാണ്.
ഇതിലേതാണ് ചെയ്യേണ്ടത്? അപ്പോൾ യജ്ഞം തൽക്കാലം അമ്മയോട് ക്ഷമ പറഞ്ഞുകൊണ്ട് യജ്ഞം പാതി വഴിയിൽ നിർത്തിക്കൊണ്ട് ഓടുകയാണ്. അവിടെയാണ് മക്കളുടെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് അമ്പും വില്ലും വലിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് അച്ഛനാണെന്ന് പറയുന്നത്. വളരെ വൈകാരികമായൊരു രംഗമാണത്. സീതയെ കണ്ടപ്പോൾ രാമൻ സീതയെ, ഈ സമയത്ത് സീതയാണ് ഞങ്ങളുടെ അമ്മയെന്നും രാമനാണ് ഞങ്ങളുടെ അച്ഛനെന്നും ആ മക്കൾ തിരിച്ചറിയുന്നു. അതിവൈകാരികമായ രാമായണത്തിലെ മുഹൂർത്തമാണിത്. അച്ഛനും മക്കളും സംഗമിക്കുന്നു. സീതയോട് രാമൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സീതാദേവി പറയുന്നു, എൻ്റെ ദൗത്യം അവസാനിച്ചു. അച്ഛൻ മക്കളെ കണ്ടെത്തി കഴിഞ്ഞു. മക്കൾ ചെറിയ പ്രായം വിട്ടിരിക്കുന്നു. യുദ്ധവീരന്മാരാണ്, ലോകസഞ്ചാരികളാണ്, നല്ല അറിവുള്ളവരാണ്. ആയതുകൊണ്ട് അവരെ അങ്ങ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. ഞാൻ എൻ്റെ അമ്മയുടെ മടിത്തട്ടിലേക്ക് പോകുന്നു. ഭൂമിദേവിയുടെ മകളാണ് സീത. സീത എന്നാൽ ഉഴവുചാൽ. ഉഴവുചാലിൽ നിന്ന് ലഭിച്ചവൾ സീത. അമ്മയെ പ്രാർത്ഥിക്കുകയും ഭൂമി പിളർന്ന് ഭൂമിദേവി പ്രത്യക്ഷപ്പെടുകയും അമ്മയുടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിക്കടിയിലേക്ക് താണു പോവുകയാണ്. ആ സിംഹാസനത്തിലൂടെ ഭൂമിദേവിക്കൊപ്പം പോവുകയാണ് സീത. വളരെ ദുഃഖകരമായ ആ മുഹൂർത്തത്തിനു ശേഷം രാമ, ലക്ഷ്മണ, ഹനുമാൻ സമേതനായിട്ട് ലവകുശന്മാർ കൊട്ടാരത്തിലേക്ക് വരുന്നു. അങ്ങനെ അവരവിടെ വളരുകയാണ്. വളർന്ന് അവർ കൗമാരപ്രായം പിന്നിട്ടതോടുകൂടി അവർക്ക് രാജ്യാഭിഷേകം ചെയ്യുകയാണ്. യുവ രാജാക്കന്മാരായി വാഴിക്കുന്നു. തുടർന്ന് തങ്ങളുടെ ദൗത്യം അവസാനിച്ചു എന്ന് ബോധ്യം വന്നപ്പോൾ ശരീരത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറാവുകയാണ് രാമനും ലക്ഷ്മണനും. ആദ്യം ലക്ഷ്മണൻ സാഗരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ലയിക്കുകയാണ്. ഒടുവിൽ രാമൻ സാഗരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പാലാഴി, സാഗരം എന്നാൽ പാലാഴി, പാലാഴിയിലാണ് മഹാവിഷ്ണുവിൻ്റെ വാസം. ആ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപമാണ് രാമൻ. അതുകൊണ്ട് തന്നെ അനന്തൻ്റെ സ്വരൂപമാണ് ലക്ഷ്മണൻ. അപ്പം ഇവർ രണ്ടുപേരും മഹത്തായ ദൗത്യത്തെ, ധർമ്മസംരക്ഷണത്തെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ അവതരിച്ചതായിരുന്നു. തങ്ങളുടെ ദൗത്യം രാവണാദികളെ മുഴുവൻ നിഗ്രഹിച്ചുകൊണ്ട്, അധർമ്മികളെ മുഴുവൻ നിഗ്രഹിച്ച് ഭൂമി ദേവിയുടെ ഭാരം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. കാര്യങ്ങളെല്ലാം മക്കളെ യുവരാജാക്കന്മാരായി വാഴിച്ച് ഭംഗിയോടുകൂടി കർമ്മങ്ങളെ മുഴുവൻ അനുഷ്ഠിച്ച് രാമൻ വിഷ്ണുപദത്തിൽ ലയിക്കുകയും അപ്പോൾ അവിടെ സീതാദേവി, ലക്ഷ്മി, സാക്ഷാൽ ലക്ഷ്മിയായിരുന്നു സീതാദേവി. ലക്ഷ്മി സീതാദേവിയായിട്ടും മഹാലക്ഷ്മി സീതാദേവിയായിട്ടും മഹാവിഷ്ണു രാമനായിട്ടും അവതരിച്ചതായിരുന്നു. രണ്ടുപേരും ഭൂമിദേവിയുടെ സങ്കടം തീർക്കുവാനും ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഭൂമിയിൽ ജനിച്ചതായിരുന്നു. തങ്ങളുടെ കർമ്മങ്ങളെല്ലാം ഭൂമിയിൽ അവസാനിച്ചപ്പോൾ ആ വിഷ്ണുവിൻ്റെ പാദങ്ങളിലേക്ക്, ആ വിഷ്ണുവിൻ്റെ സ്വരൂപത്തിലേക്ക് തിരിച്ചു വരുവാൻ, ശരീരം ഉപേക്ഷിക്കുവാൻ ഓരോ കാരണങ്ങളുണ്ട്. രാമൻ കടലിൽ ചാടി മരിച്ചു എന്നൊക്കെ ബുദ്ധികൾ പറയുമ്പോൾ ഓർക്കുക, കൊറോണ വൈറസ് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട്. മരിക്കാൻ ഒരു കാരണമുണ്ട്. ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനുമെല്ലാം അവരുടെ ഇച്ഛയോടുകൂടിയാണ് ദേഹത്തെ ഉപേക്ഷിക്കുന്നത്. ഭഗവാൻ സാഗരത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വേടൻ്റെ അമ്പിനെ സ്വീകരിച്ചുകൊണ്ടാണ് ശരീരത്തെ ഉപേക്ഷിക്കുന്നത് എന്നറിയണം. സജ്ജനങ്ങളെ, സംഭവ ബഹുലമായ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര, രാമായണത്തിൻ്റെ തത്വവിചാരം ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ 300 ദിവസക്കാലമായിട്ട് നാം രാമായണത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ 250 ദിവസത്തിനടുത്ത് രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള രാമായണ കഥയിലൂടെയും തുടർന്ന് രാമായണ തത്വവിചാരത്തിലൂടെയും നമ്മൾ സഞ്ചരിച്ചു. രാമായണം എന്ന് പറയുന്ന രാമൻ്റെ അയനം, രാമൻ്റെ യാത്ര നമ്മുടെ ജീവിതവുമായിട്ട് എന്ത് ബന്ധമുണ്ട് എന്നതായിരുന്നു രാമായണ തത്വവിചാരത്തിൽ നാം ചിന്തിച്ചത്. 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ മകനായി ജനിച്ച രാമനെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ആ രാമൻ ഈ 2021 നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുമ്പോൾ എന്തിനാണ് രാമൻ വീണ്ടും വീണ്ടും ഹൃദയത്തിൽ നിറയുന്നത്? എന്തുകൊണ്ടാണ് രാമൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നശിക്കാത്തത്? എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ രാമക്ഷേത്രത്തിനു വേണ്ടിയിട്ട് സാഗൂതം കാത്തിരിക്കുന്നത്? 2025 രാമക്ഷേത്രം സംജാതമാകുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുമെന്ന പ്രവചനങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? രാമന് മരണമില്ല. രാമനും കൃഷ്ണനും ഭൗതിക ദേശം ഉപേക്ഷിച്ചേ മതിയാവുള്ളൂ. കർമ്മങ്ങൾ ചെയ്യുവാൻ അവർ ദേഹത്തെ തിരഞ്ഞെടുത്തുവെങ്കിലും അവിടെ
പൂർണ്ണസ്വരൂപം ഭഗവാന്റേതായിരുന്നു. ആ പൂർണ്ണതയിൽ നിന്ന് സാധാരണ മനുഷ്യനായിട്ട് ജനിച്ച് അവൻ്റെ ദുഃഖങ്ങളും സുഖങ്ങളുമെല്ലാം അനുഭവിച്ച് കരയേണ്ടടുത്ത് കരഞ്ഞും ചിരിക്കേണ്ടടുത്ത് ചിരിച്ചും യുദ്ധം ചെയ്യേണ്ടടുത്ത് യുദ്ധം ചെയ്തും ശത്രുക്കളെ നിഗ്രഹിക്കേണ്ടടുത്ത് അത് ചെയ്തും ഒടുവിൽ രാജധർമ്മം പാലിക്കാൻ വേണ്ടി പ്രിയപത്നിയെ കാട്ടിലേക്ക് അയച്ചും ജീവിതത്തിൻ്റെ വ്യത്യസ്ത റോളുകളെ കൃത്യമായിട്ട് ആടിത്തീർത്തുകൊണ്ട് എന്നാൽ 1% ഒരു കടുകുമണിയുടെ വലിപ്പത്തിലുള്ള സത്യം പോലും ഉപേക്ഷിക്കാത്ത രാമൻ. അതുകൊണ്ടാണ് രാമനെക്കുറിച്ച് നമ്മൾ ഇന്നും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജധർമ്മത്തെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ രാമൻ നമുക്ക് പഠന വിഷയമാകുമായിരുന്നില്ല. അങ്ങനെ കുടുംബത്തിനു വേണ്ടിയിട്ട് രാജ്യത്തെയും ലോകത്തെയും ധർമ്മത്തെയും ഉപേക്ഷിച്ച ധാരാളം ആളുകളെയൊന്നും ചരിത്രത്തിൽ എവിടെയും അവർക്ക് സ്ഥാനങ്ങളില്ല. പക്ഷേ രാജധർമ്മത്തെക്കാളും രാഷ്ട്രത്തെക്കാളും താഴെയാണ് ഭാര്യയും മക്കളും കുടുംബവും എല്ലാം എന്ന് നിനക്കുന്നവർ തന്നെയാണ് ലോകത്തിന് എന്നും മാതൃക. അവരെയാണ് ലോകം എന്നും പുകഴ്ത്തുന്നതും അവരുടെ മാർഗത്തെയാണ് ലോകം പിന്തുടരുന്നതും. ഇവിടെ രാമൻ്റെ പാദങ്ങളെ പിന്തുടരുമ്പോൾ രാമൻ എന്ന മകനെക്കുറിച്ച്, രാമൻ എന്ന ഏറ്റവും നല്ല സഹോദരനെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, ഏറ്റവും നല്ല കൂട്ടുകാരനെക്കുറിച്ച്, സർവോപരി ഏറ്റവും നല്ല ഉദാത്ത മാതൃകയായ എക്കാലത്തും ഓർത്തുവെക്കുന്ന രാജാവായ ശ്രീരാമചന്ദ്ര മഹാദേവനെ കുറിച്ചുള്ള നമ്മുടെ രാമായണ തത്വവിചാരവും രാമായണ കഥയും രാമായണ സംഭവങ്ങളിലൂടെയുള്ള ജീവിതാവിഷ്കാരവുമെല്ലാം അവസാനിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങളെയും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ജയ് ശ്രീറാം.